ഉത്തരവാദിത്വ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഇത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരുടെ ഓഫീസിലും MP-മാരുടെ ഓഫീസിലും ഇതിന് പകരം ഞങ്ങൾ കരിയോയിലല്ല, അതിനപ്പുറം അടിക്കേണ്ടത് അടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിനാണ് നിങ്ങൾ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല, തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമല്ല. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം. ശക്തമായ പോലീസ് നടപടി ആവശ്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും അതിന്റെ വിഷ്വൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഊച്ചാളി സഖാവ് കമ്മി അല്ല അത് ചെയ്തിരിക്കുന്നത്. ഉന്നതനായ ഒരു CPM നേതാവാണ്. അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശക്തമായ നിയമ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുണക്കുട്ടികൾ ഇവിടെ മാത്രമല്ല ക്ലിഫോസിൽ കയറി കരിയോയിലേക്ക് അടിക്കാനും ഞങ്ങൾ കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കാൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഇത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരുടെ ഓഫീസിലും MP-മാരുടെ ഓഫീസിലും ഇതിന് പകരം ഞങ്ങൾ കരിയോയിലല്ല, അതിനപ്പുറം അടിക്കേണ്ടത് അടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എടോ അലവലാദികളെ, UDF LDF നേതാക്കളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ചാണ് ഞങ്ങൾ വോട്ട് ചേർത്തിരിക്കുന്നത്. എവിടെ വേണമെങ്കിൽ വോട്ട് ചേർക്കാം. 6 മാസം ആ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ള കടലാസ് കയ്യിലുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലടക്കം പോയിട്ട് വോട്ട് ചേർക്കാം. വടക്കാഞ്ചേരിയിലെ ഒരാള് തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർത്ത് എന്തോ മഹാ അപരാധമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താ ചേർക്കാൻ പറ്റില്ല? തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൊല്ലം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ്, ഇനിയും ചേർക്കും. സുനിൽകുമാറിനോട് ഞാൻ പറയുന്നു, വാ, ലോക്സഭ തോറ്റല്ലോ, മത്സരിക്കും തൃശ്ശൂരിൽ. 7 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞങ്ങള് പക്ഷെ സുനിൽകുമാർ നിങ്ങൾ very ധൈര്യമായിട്ട് ഈ തൃശ്ശൂർ നഗരത്തിൽ നിയമസഭാ സീറ്റിലേക്ക് ഞാൻ VS സുനിൽകുമാറിനെ CPIയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ ഇവിടെ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ചിലപ്പോ ശോഭയെ നിർത്തും, ചിലപ്പോ അനീഷിനെ നിർത്തും, ചിലപ്പോ ഗോപാലകൃഷ്ണനെ നിർത്തും, ആരാണെങ്കിലും നിർത്തും. ഞങ്ങൾ ഏത് സാധാരണ BJP പ്രവർത്തകൻ മത്സരിച്ചാലും തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. ശക്തൻ